സാറേ അത് 1800. അയ്യോ ഇത് കൊള്ളാല്ലേ? പിന്നെ സാവത്രിക്ക് എന്തിട്ടെ നല്ല ചേർച്ചാണ്. പിന്നെ ഇതിന് വില കുറവുള്ളതല്ലേ? സാവിത്രി എന്നൊരു പെൺകുട്ടി ഉണ്ടോ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. വരൂ മമ്മി. ആരെ ഗോപ അവിടെ? നമ്മുടെ സാവിത്രിയെ കാണാൻ വന്നതാ. നിങ്ങൾ അന്ന് രാത്രി എന്റെ വീട്ടിൽ? അതെ, ഞാൻ തന്നെ. മമ്മി, ഞങ്ങള് പരിചയക്കാരാ. എനിക്ക് സാവിത്രിയോട് അല്പം സംസാരിക്കണമെന്നുണ്ട്. ഗോപു. മമ്മി വരൂ. എടാ, അവൻ ഏതാടാ? മനസ്സിലായില്ലേ? അയാളാണ് ഫേമസ് പോക്കറ്റടിക്കാരൻ ഗോപി. പോക്കറ്റടിക്കാരനോ? ആ, പേടിക്കണ്ട, നല്ല ചില്ലറ വരും. ഇത് എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? ആ കടയിൽ വെച്ച് സാവിത്രി അറിയാതെ ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. ജീവിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച തൊഴിലിതാണ്. ക്ഷമിക്കണം. അവിടെ വെച്ച് സാവിത്രിയെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഈ ബാഗ് നിങ്ങളുടേതാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വേദന തോന്നി. കാരണം ഒരിക്കൽ പോലീസിൽ നിന്ന് എന്നെ രക്ഷിച്ചല്ലേ. എന്തിനാ ഇങ്ങനെ മോഷ്ടിച്ച് ജീവിക്കുന്നേ? എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ഈ ചോദ്യം ഞാൻ തിരിച്ച് സാവിത്രിയോട് ചോദിച്ചാലോ? ആ, ജീവിക്കാൻ ഓരോരുത്തർക്ക് ഓരോ വഴി എന്ന് കരുതിയാ മതി. അതുകൊട്ടെ, സാവിത്രി ഇങ്ങനെ ഇവിടെ വന്നു? അമ്മയെ ഇവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തു. ചികിത്സിക്കാൻ ഒരുപാട് പണം വേണം. അത് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. അയ്യോ മോളെ, നീ ഇയാളോട് വർത്താനം പറഞ്ഞിങ്ങനെ നിന്നാ മതിയോ? പോണ്ടേ? ദേ മണി 5:30 മേനോ സാർ ഇപ്പം നിന്നെയും കാത്തിരിക്കുകയായിരിക്കും. ദേ പോയി കുളിച്ച് ഡ്രസ് മാറി ഹോട്ടലിലേക്ക് പോകാൻ നോക്ക്. മമ്മി, എനിക്കിന്നെന്താ വയ്യ. അയ്യോ, വയ്യെങ്കിൽ തന്നെ അദ്ദേഹത്തിന് വയ്യ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കുലത്തൊഴിലല്ലേ. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത്? അല്ലേ, താനാരോ സാവിത്രിക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ? ഓ, സാവിത്രി ഇഷ്ടക്കേട് നോക്കുന്ന ഒരാള്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇവിടെ കാണാൻ വന്നതാ. എല്ലാവരും വരുന്ന പോലെ തന്നെ. അങ്ങനെ കണ്ട അലവലാദികൾക്കൊന്നും കാണാനുള്ളതല്ലേ ഇവള്. എന്റെ മോളെ നിനക്കങ്ങനെ കാണണമെങ്കിലേ കൈ നിറയെ പണവും കൊണ്ടുവരണം. എന്നാ ഇവൾക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള വിലയേക്കാൾ കൂടുതലുണ്ട്. അയ്യോ, എന്നാ പിന്നെ നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോടാ കൊച്ചനെ. ഗോപു, എന്തോ? മേനോ സാറിനോട് നമ്മൾ ഇനി എന്തു പറയും? എന്തെങ്കിലും പറയാം മമ്മി, നമ്മുടെ മേനോൻ സാറല്ലേ. വാ മമ്മി. ഇവരിങ്ങനെയാണ്. എന്തായാലും ഇവർക്ക് പണം മാത്രം മതി. ഞാൻ പോകുന്നു. പിന്നെന്തിനാ അത്രയും പണം കൊടുത്തത്? സാവിത്രിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി പണം മുടക്കുന്നവർ വെറുതെ പോകാറില്ല. ഞാനങ്ങനല്ല. സുഖമില്ലെന്ന് പറഞ്ഞില്ലേ, സാവിത്രി നിന്നും പോകണ്ട. അതിനുവേണ്ടിയാണ് പണം കൊടുത്തത്. ഞാൻ പറ്റേ. സാർ, എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. അതിൽ 300 രൂപ ഉണ്ടായിരുന്നു. താൻ പേഴ്സും പണവും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പാടും. ഏതായാലും സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എഴുതി കൊടുക്കും. ശരി സാർ.
പേഴ്സിങ് തരൂ. ബസ്സോ? ഏത് ബസ്? ഇപ്പൊ നീ ആ ബസ് സ്റ്റോപ്പിൽ നടിച്ചത്. ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ പോയതേ ഇല്ല സാർ. കള്ളം പറയരുത്. മര്യാദയ്ക്ക് പേഴ്സ് തരൂ. സാർ, പോക്കറ്റ് അടിയാണ് എന്റെ ജോലി. അതുകൊണ്ട് ലോകത്ത് ആര് പോക്കറ്റ് അടിച്ചാലും ആ കുറ്റമൊക്കെ ഞാൻ ഏൽക്കണമെന്ന് പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടാണ്. ആ സാർ പോയി വേറെ ആളെ നോക്ക്. സാർ, പെർസ് ഞാൻ എടുത്തിട്ടില്ല. ദയവ് ചെയ്ത് തന്നെ അടിക്കരുത്. എടാ, എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെയാ പറയാറുള്ളത്. സാർ, ഇനി എന്നെ അടിക്കരുത്. FIR ബുക്കിംഗ് കൊണ്ടുവരും. യെസ് സാർ. ആരാണ് ഈ ഒരു പോക്കറ്റിലേക്കാരനാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചതാ. സാറാ കസാലയമ്മിൽ അവിടെ ഇരുന്നാ മതി. ഇവനെ ഇവിടെ ഒന്നുകൊണ്ട് സാറിന്റെ പോക്കറ്റ് അടിക്കും. സാർ, ഇതാണ് സാർ എന്റെ പേഴ്സ്. തുറന്നു നോക്കൂ. മുഴുവൻ പണം ഉണ്ടോ? ഉണ്ട് സാർ, മുഴുവൻ പണമുണ്ട്. കൂട്ടിയവൻ. ഗോപി, കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ എന്റെ കണ്ണുകൾക്ക് തെറ്റുപറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഇന്നത് സംഭവിച്ചു. ഐ ആം സോറി. ഗോപി, വയ്ക്കൂടൂ.